എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് ഞാൻ ഇട്ട വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ പോലെ ചെയ്തതാണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിലിനെ കൊണ്ട് ഫേക്ക് നെയിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും റിമൂവ് ചെയ്യുന്നതെന്നും ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ ഫസ്റ്റ് അത് കാണിക്കാം, എന്നിട്ട് ഫ്രഞ്ച് മാനിക്യൂർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചുണ്ടാക്കിയ നെയിൽസാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഫെവിക്കോൾ നെയിൽസിൽ ആക്കിയിട്ട് ഇതിങ്ങനെ ഒട്ടിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് 2 മിനിറ്റ് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. അത് അവിടെ സെറ്റ് ആയിക്കോളും. പിന്നെ അത് ഇളകി വരുമൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ. നെയിൽസ് റിമൂവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോഴ്സിലൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നെയിൽസ് ഇളകി കിട്ടും. എന്നിട്ട് നെയിലിൻ്റെ ഉള്ളിൽ നമ്മൾ ഒട്ടിച്ച ഫെവിക്കോൾ ഉണ്ടല്ലോ, ആ ഫെവിക്കോളിൻ്റെ അത് ഇങ്ങനെ പീൽ ഓഫ് ചെയ്യുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ അതെടുത്ത് പീൽ ഓഫ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നെയിൽസ് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫ്രഞ്ച് മാനിക്യൂർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫ്രഞ്ച് മാനിക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂഡ് നെയിൽ പോളിഷ് വേണം. അതായത് ഒരു ലൈറ്റ് പിങ്ക്, നമ്മുടെ നഖത്തിനോട് സാമ്യമുള്ള ഒരു കളർ നെയിൽ പോളിഷ് വേണം. പിന്നെ ഒരു വൈറ്റ് നെയിൽ പോളിഷ് അല്ലെങ്കിൽ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് വേണം. പിന്നെ ഒരു ഫൈനായിട്ടുള്ള ഒരു ബ്രഷ് വേണം. പിന്നെ ഒരു ക്ലിയർ നെയിൽ പോളിഷ് വേണം. അപ്പോൾ ഞാൻ നെയിൽസ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആ ന്യൂഡ് കളർ നെയിൽ പോളിഷ് ഒന്ന് കോട്ട് ചെയ്യുകയാണ്. നെയിൽസിലേക്ക് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് പേർപ്പിളിൻ്റെ നെയിൽ പോളിഷാണ്. പേർപ്പിളിൻ്റെ നെയിൽ പോളിഷ് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറും കൂടെയാണിത്. അപ്പോൾ അത് എല്ലാ ഫിംഗേഴ്സിലും നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും നീളം വേണ്ടാന്ന്. അപ്പോൾ ഞാനിതൊന്ന് ട്രിം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് കത്രിക കൊണ്ട് ആണ് ട്രിം ചെയ്യുന്നത്. ഇതിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ടുന്ന ഷേപ്പിൽ കട്ട് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആവശ്യമുള്ള സൈസിലേക്ക് ലെങ്ത്ത് കുറച്ചിട്ട് ഷേപ്പ് ചെയ്യുവാണ്. ഇനി നമുക്ക് വൈറ്റ് നെയിൽ പോളിഷ് എടുക്കാം. എന്നിട്ട് ആ വൈറ്റ് നെയിൽ പോളിഷ്, ഞാനിവിടെ വൈറ്റ് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ അടുത്ത് വൈറ്റ് നെയിൽ പോളിഷ് ഇല്ല. അപ്പോൾ വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് നമ്മൾ ഔട്ട്ലൈനൊക്കെ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന ബ്രഷാണ്. അപ്പോൾ ആ ബ്രഷ് എടുത്തിട്ട് ഈ മേലെ നമ്മുടെ ആ ഒരു കേർവ് പോലെ നമ്മൾ വൈറ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കണം എഡ്ജിലേക്ക്.
അപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നഖം എവിടെയാണോ എൻഡ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഒറിജിനൽ നഖം എവിടെയാണോ എൻഡ് ചെയ്യുന്നത് അവിടെ നിന്ന് വൈറ്റ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. എന്നിട്ട് അതൊരു കേർവ് ഷേപ്പിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ എല്ലാ നഖത്തിലും ഞാൻ വൈറ്റ് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഉണങ്ങാൻ വെക്കാം. ഇത് കുറച്ച് ടൈം എടുക്കും, വൈറ്റ് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഉണങ്ങാൻ കുറച്ച് സമയം എടുക്കും. ഉണങ്ങിയതിന് ശേഷം ഞാൻ ഒരു ക്ലിയർ നെയിൽ പോളിഷ് അതിൻ്റെ മുകളിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ താഴത്തെ ലെയർ അൺഈവൺ ആയിട്ടൊക്കെ കിടക്കുന്നതൊക്കെ ഈവൺ ഔട്ട് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്രഞ്ച് മാനിക്യൂർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കണം. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.